ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പ്രപഞ്ചത്തിലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയിലൂടെയാണ് നമ്മൾ ഇന്നലെ മുതൽ കടന്നു വരുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മാനങ്ങൾക്കും, എല്ലാ ഇടങ്ങളിലും, എല്ലാ വ്യവസ്ഥകളിലും നിലനിൽക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കി. ഈ ബന്ധം എന്നത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ബന്ധം എന്നുള്ളത് നമ്മുടെ ചർച്ചയിലെ വിഷയമായിട്ട് പലപ്പോഴും വരാറില്ല. പൊതുജീവിതത്തിൽ ചിലയിടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നല്ലാതെ ബന്ധം എന്നുള്ളതിന്റെ അടിസ്ഥാന സങ്കേതം എന്ത് എന്നുള്ളത് നമ്മൾ അറിയാറില്ല. ആ വഴിക്കൊരു അന്വേഷണമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: കോൺഷ്യസ്നെസ് ഫോംസ് റിലേഷൻഷിപ്സ് to sustain universal order and balance. ബോധം ബന്ധത്തെ രൂപീകരിക്കുന്ന വിധം. പ്രപഞ്ചബോധമാണ് പരമമായ അടിസ്ഥാന ദ്രവ്യം എന്ന് പ്രകൃതി തത്വശാസ്ത്രം നിരീക്ഷിക്കുന്നു. ഈ പരമമായ ബോധം അതിന്റെ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥിതിയിൽ നിന്നും അടുത്ത സൗകര്യപ്രദമായ സ്ഥിതി തേടിയുള്ള നിരന്തര യാത്രയിലാണ്. ഇവിടെ പ്രജ്ഞയും ആന്തോലനങ്ങളും സ്പന്ദനങ്ങളും ഊർജവും വിന്യാസങ്ങളും മണ്ഡലങ്ങളും ഘടനകളും ദ്രവ്യങ്ങളും ക്രമമായി പ്രത്യക്ഷമായി വരുന്നത്. ഈ ക്രമമായ വിന്യാസത്തിൽ ബോധത്തിന്റെ സൗകര്യസ്ഥിതി തന്നെയാണ് പരമമായ ലക്ഷ്യം. അതിനാൽ ബോധം ഈ ക്രമവിന്യാസത്തിൽ പ്രത്യക്ഷമാകുന്ന ഓരോ ഘട്ടത്തെയും ഘടകത്തെയും വളരെ വിവേകപൂർണമായാണ് വിന്യസിക്കുക. ഈ വിന്യാസത്തിൽ അരേഖീയ ക്രമസ്ഥാനങ്ങളെ പരസ്പരം പൂരകങ്ങളായി സൂക്ഷിക്കുവാനുള്ള ബോധത്തിന്റെ വിവേക സങ്കേതമാണ് ബന്ധം എന്നത്. ബന്ധങ്ങൾ പ്രതിഭാസം എന്ന രൂപത്തിൽ പ്രകടമായും പ്രതിലീനം എന്ന രൂപത്തിൽ പ്രകടമല്ലാതെയും ഓരോ വ്യവസ്ഥാ പ്രകടനങ്ങളിലും നിലനിൽക്കുന്നു. രണ്ട് സത്തകൾ തമ്മിലുള്ള പശ്ചിമാബന്ധം മുതൽ ഒന്നിലധികം സത്തകൾക്കിടയിലുള്ള പൂർവ്വ വ്യവസ്ഥാ ഘടകബന്ധം വരെ ഒട്ടേറെ ബന്ധങ്ങൾ പ്രകൃതിയിൽ ദൃശ്യമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മൾ സാധാരണ സംസാരിക്കുന്ന വിഷയങ്ങളേക്കാളും കുറച്ചുകൂടെ സങ്കീർണത ഇതിന് വരും. കാരണം ഇത് ഇക്കോജനസിന്റെ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇനി വരുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ലളിതമാക്കാൻ കഴിയും. പക്ഷെ ഇന്നത്തെ വിഷയം കുറച്ച് സങ്കീർണമായി തന്നെ നിലനിൽക്കും എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കോജനസിസിൽ നമ്മൾ ബോധം എന്നത് എങ്ങനെയാണ് ദ്രവ്യമായി മാറുന്നത് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയിൽ നമ്മൾ ഇതിനെ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോ പുതിയ ആളുകൾ കൂടെ ഇത് കേൾക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടെ അടിസ്ഥാനമായിട്ട് പറയാം. സംശയങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളുടെയും അടിസ്ഥാനം ഊർജമാണ് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തുന്നുണ്ട്. അവിടെ എത്തി നിൽക്കുന്ന അന്വേഷണം കൊണ്ട് അവിടെ എത്തി നിൽക്കുന്ന ആളുകൾക്ക് ആ ഉത്തരം മതിയായ ഒരു ഉത്തരമല്ല. അതിനുമപ്പുറത്തേക്ക് എത്ര ദൂരം പുറകോട്ട് പോകാൻ കഴിയുമോ അത്രയും അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എല്ലാവരും എത്തുന്നത്, ക്വാണ്ടം ഭൗതികവും എത്തുന്നത് ഒരിടത്താണ്. അത് കോൺഷ്യസ്നെസ് അഥവാ ബോധം എന്ന വിഷയത്തിലാണ്. അപ്പോൾ എന്താണ് ബോധം എന്നുള്ളതിന് ഒളിമ്പസ് നൽകുന്ന വിശദീകരണം എന്താണോ അതാണ് അത്. വാട്ട് ഈസ് ദാറ്റ് ഈസ് ദാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ കാണുകയോ അറിയുകയോ അതിന്റെ അസ്തിത്വം നമുക്ക് ബോധ്യമാവുകയോ ചെയ്യുമ്പോൾ ആ വസ്തു അല്ലെങ്കിൽ സത്ത അല്ലെങ്കിൽ ആ പേരിട്ട് വിളിക്കാവുന്ന ഒന്ന് അത് എന്തെല്ലാമാണ് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അറിയാതെ പോകുന്നുണ്ട്, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം ആയിരിക്കുന്നുവോ, അത് എന്തെല്ലാം ലക്ഷ്യമാക്കുന്നുവോ, അത് എവിടെ നിന്നെല്ലാം വരുന്നുവോ, അതിന്റെ കാര്യകാരണങ്ങൾ എന്തെല്ലാമാണോ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വരുന്നുവോ അതാണ് അത്. പക്ഷെ ഇതെല്ലാം ആയിത്തീരുന്നത് ഇങ്ങനെ, അതായത് ഞാൻ ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തു ആയിത്തീരുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. ആ വസ്തുവിന്റെ ബോധം എന്ന് പറയുന്നത് ഈ കാരണമൊന്നുമല്ല, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള
ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് ആണ്, അതിനെയാണ് എന്താണോ അതാണ് അത് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഫിലോസഫിക്കലാണ്. അത് നമുക്ക് അതിന്റെ അകത്തേക്ക് ആഴത്തിൽ പോകുന്ന സമയത്ത് മാത്രമേ ബോധ്യമാവുകയുള്ളൂ. തൽക്കാലത്തേക്ക് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ദ്രവ്യം എന്ന് പറയുന്നത്, ദ്രവ്യം എന്ന് പറയുമ്പോൾ ഒരു തൊട്ട് അറിയാൻ കഴിയുന്ന ഒരു വസ്തു എന്നുള്ള രൂപത്തിൽ അടിസ്ഥാന വസ്തു അല്ലെങ്കിൽ അടിസ്ഥാന ഹേതു എന്നൊക്കെ പറയാം. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായി വരുന്നത് ബോധമാണ്, പ്രപഞ്ചബോധമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ട് ഏതുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം. ഞങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അന്വേഷിച്ചു പോകണം. എന്നിട്ട് ഇതാണെന്നോ അല്ലെന്നോ സ്ഥാപിക്കാൻ ശ്രമിക്കണം. അപ്പോ പ്രപഞ്ചബോധമാണ് അടിസ്ഥാന ദ്രവ്യം എന്ന് പ്രകൃതി തത്വശാസ്ത്രം നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്ന ഇക്കോസഫി നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈ ബോധത്തിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പ്രാഥമികമായി ബോധം എന്ന് പറയുന്നത് നിർഗുണമാണ് അല്ലെങ്കിൽ അഗുണമാണ്. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. ഇത് നമ്മൾ വീട്ടിൽ നിന്നിരിക്കുന്ന ക്ലോക്ക് പോലെയാ. നിന്നിരിക്കുന്ന ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ദിവസത്തെ 2 തവണ കൃത്യസമയം കാണിക്കും. അതുപോലെ ഈ ബോധം എന്ന് പറയുന്ന അഗുണമാണെന്ന് പറയുന്നത് ഒരു താൽക്കാലിക സ്ഥിതിയാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടും അറിഞ്ഞും നിൽക്കുന്ന ഇത്രയേറെ വസ്തുവകകൾ ഇവിടെ ഉള്ളപ്പോ ഇതിനെങ്ങനെയാണ് അഗുണമായി നിൽക്കാൻ പറ്റുക? എന്തെങ്കിലുമൊക്കെ ഗുണം അവിടെ ഉണ്ടാവും. ആ ഗുണങ്ങൾ അതിനെ സ്വാധീനിക്കും. അപ്പോ അഗുണം എന്നുള്ള അവസ്ഥ സഗുണമായി മാറി. ആ ഗുണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു ഗുണം അതിനകത്തേക്ക് വരുമ്പോൾ ആ ഗുണത്തിനനുസരിച്ചുള്ള സ്വാധീനങ്ങൾ ബോധത്തിനുണ്ടാവും. ആ സ്വാധീനം ഉണ്ടാകുന്ന സമയത്ത് അത് അതിന്റെ സൗകര്യപ്രദമായ സ്ഥിതിയിൽ സന്തുലിതമായി നിൽക്കാൻ, ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരുന്നിട്ട് എത്ര തവണ നിങ്ങളുടെ ഇരിപ്പിന്റെ പൊസിഷൻ മാറ്റിയെന്ന് ആലോചിക്കുക. നിങ്ങൾ ആദ്യം വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവിടെ ആ ഇരിക്കുന്ന ഭാഗത്തെ, ഭൂമിയുമായി സ്പർശിക്കുന്ന ഭാഗത്തെ പ്രവാഹങ്ങൾ നിലയ്ക്കുന്ന സമയത്ത് അത് ആ പ്രവാഹത്തെ ഇളക്കി വിടാൻ പാകത്തിൽ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിലേക്ക് നിങ്ങൾ മാറിയിരുന്നു. അതിൽ ഇരുന്ന് കൺവീനിയന്റ് ആയിട്ട് ഇരുന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ അതും ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ അടുത്ത സ്റ്റേറ്റിലേക്ക് മാറും. ഇങ്ങനെ ഏറ്റവും സൗകര്യപ്രദമായ ഒരവസ്ഥയിൽ നിന്ന് വീണ്ടും സൗകര്യപ്രദമായ അടുത്ത സ്ഥിതിയിലേക്കുള്ള നിരന്തര യാത്രയിലാണ് ഈ ബോധം സഞ്ചരിക്കുന്നത്. അങ്ങനെ ആ നിരന്തര യാത്രയിലാകുന്ന സമയത്ത് ഈ ആദ്യം ഇരുന്ന സമയത്ത് ഇതെനിക്ക് കൺവീനിയന്റ് അല്ല എന്നും ഇതിൽ ഈ ഇന്ന ഒരു വഴിയിലേക്ക്, ഇന്നൊരു നിലയിലേക്ക് പോയാലാണ് ഞാൻ കൺവീനിയന്റ് ആവുക, സൗകര്യപ്രദമാവുക എന്നും തിരിച്ചറിഞ്ഞ ഒന്നുണ്ടല്ലോ. ഇത് സൗകര്യപ്രദമല്ലെന്നും ഇന്നൊരു വഴിയിൽ പോയാലാണ് സൗകര്യപ്രദമെന്നും തിരിച്ചറിയുന്ന ഒരു വഴിയുണ്ടല്ലോ. ആ തിരിച്ചറിയുന്ന ആ അറിവിനെയാണ് നമ്മൾ പ്രജ്ഞ എന്ന് പറയുന്നത്. ജീവന്റെ ബുദ്ധിയാണ് പ്രജ്ഞ, അല്ലെങ്കിൽ ബോധത്തിന്റെ ബുദ്ധിയുടെ പ്രത്യക്ഷമാകലാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. അപ്പോ ആദ്യം ഉണ്ടാകുന്നത്, ഈ സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലേക്കുള്ള യാത്രയിൽ ആദ്യം ഉണ്ടാകുന്നത് പ്രജ്ഞയാണ്. ഈ പ്രജ്ഞയുടെ തിരിച്ചറിവിൽ 2 ഘടകങ്ങൾ വരുന്നുണ്ട്. അതായത് വർത്തമാന സ്ഥിതിയും സുഖകരമായ സ്ഥിതിയും. ഇപ്പോൾ ഞാൻ എന്റെ കൺവീനിയൻസ് നഷ്ടപ്പെട്ടു എന്നുള്ള ഈ അവസ്ഥയും ഞാൻ ഇനി ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ള മറ്റൊരു സ്ഥിതിയും. ഈ 2 സ്ഥിതികളും തമ്മിൽ ഉള്ള ബോധം ഇവിടെയാണോ നിൽക്കേണ്ടത്, അവിടെയാണോ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ബോധം ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെയാണോ അവിടെയാണോ എന്ന് പറയുന്ന ഒരു 2 ഇടങ്ങളിലേക്കുള്ള ഒരു ചാഞ്ചാട്ടം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ആന്തോലനം എന്ന് പറയുക, ഓസിലേഷൻ എന്ന് പറയുക. ഈ ഓസിലേഷൻ റിപ്പീറ്റ് ചെയ്ത് നടക്കുമ്പോൾ, ആവർത്തിച്ച് നടക്കുന്ന സമയത്ത് ഇതൊരു ഒരു തീരുമാനത്തിന്റെ സ്ഥിതിയിലേക്ക് ചെല്ലുന്നത് വരെയും ആന്തോലനം നടന്നുകൊണ്ടിരിക്കും. ഈ ആന്തോലനം നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രത്യക്ഷമാകുന്നത് സ്പന്ദനം എന്നുള്ള രൂപത്തിലാണ്. ഒരു സ്പന്ദനം അവിടെ പ്രത്യക്ഷമാകും. ഈ സ്പന്ദനത്തെയാണ് നമ്മൾ പലപ്പോഴും ഊർജമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഊർജം എന്ന രീതിയിൽ പ്രത്യക്ഷമാകുന്നത് അത് ചലനപ്രേരണ നൽകുന്നതുകൊണ്ട്, ഈ സ്പന്ദനം എന്നുള്ളത് മറ്റുള്ളവയ്ക്ക് ചലനപ്രേരണ നൽകുന്ന സമയത്താണ് അവിടെ ഊർജം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ആന്തോലനം സ്പന്ദനമാകുന്നത് എന്തിനെയാണോ നമ്മൾ കാണുന്നത് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഊർജമാണ്. ഈ ഊർജം മറ്റുള്ളവയ്ക്ക് പ്രയോജനപ്രദമാകുമ്പോഴാണ് അതിനെ നമ്മൾ ഊർജം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഊർജ ചലനം എന്ന് പറയുന്നത് പല രീതിയിൽ പ്രവർത്തിക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഊർജത്തിന് ഒരു ചലനമുണ്ടെന്ന് വിചാരിക്കുക. ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഇവിടെ ഒരു രേഖ രൂപപ്പെട്ടു. ആ രൂപത്തിൽ മാത്രമാണ് ഉണ്ടാവുക, അല്ല മറ്റൊരു രൂപത്തിൽ അത് പ്രവർത്തിക്കും.
വേറൊരു രൂപത്തിൽ പ്രവർത്തിക്കും. ഈ ഓരോ പ്രവർത്തനങ്ങളും ആദ്യത്തെ രേഖ പോലെ തന്നെയുള്ള പലതരം രൂപങ്ങളാണ്. ഈ പല രൂപങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് അവിടെ വിന്യാസങ്ങൾ ഉണ്ടാവുന്നത്. വിന്യാസം എന്ന് വെച്ചാൽ പാറ്റേണുകൾ ഉണ്ടാവുന്നത്, പലതരം പാറ്റേണുകൾ ഉണ്ടാവുന്നു. ഈ പാറ്റേണുകളെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഒറ്റ നോട്ടം നോക്കുന്ന സമയത്ത് അതൊരു മണ്ഡലമായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം സ്ട്രിംഗ് തിയറി പോലുള്ള സിദ്ധാന്തങ്ങളിൽ ഈ കമ്പനം നടക്കുന്ന, ഇപ്പൊ ഒരു ഗിറ്റാറിന്റെ കമ്പി വലിച്ചു വിട്ടു കഴിഞ്ഞാൽ ഗിറ്റാറിന്റെ കമ്പി ചലിക്കുന്ന ആ മണ്ഡലമുണ്ടല്ലോ, ആ മണ്ഡലത്തെയാണ് നമ്മൾ കാണുക. ഫാൻ കറങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു വൃത്തമാണ് കാണുക. നമുക്കറിയാം അവിടെ 3 ഇതളേ ഉള്ളൂ, അതിന്റെ ഇടയിലുള്ള സ്ഥലമൊക്കെ ഗ്യാപ്പാണെന്ന്, പക്ഷെ നമുക്കത് വൃത്തമായിട്ട് തോന്നും. ഇതുപോലെ നമുക്കൊരു മണ്ഡലം പ്രത്യക്ഷമാകും. ഈ മണ്ഡലത്തെയാണ് പലപ്പോഴും നമ്മള് ഘടനയായിട്ട് നമുക്ക് അനുഭവമാവുക. മണ്ഡലങ്ങളാണ്. സ്ഥിരമായി ഒരു മണ്ഡലം നിലനിന്നു പോകുന്ന സമയത്ത് അത് ഘടനയായി നമുക്ക് മനസ്സിലാവും. ഈ ഘടന എന്നുള്ളത് മണ്ഡലം ഘടന. അപ്പൊ ഈ ഘടന എന്നുള്ളത് ആണ് പിന്നീട് ദ്രവ്യം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതിൽ പ്രജ്ഞ, ആന്തോലനം, സ്പന്ദനം, ഊർജം, വിന്യാസം, മണ്ഡലം, ഘടന, ദ്രവ്യം എന്ന രീതിയിൽ ഒരു ക്രമമായി പ്രത്യക്ഷമായി വരുന്നുണ്ട്. അപ്പൊ ഈ ക്രമം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ, ഈ ക്രമത്തിൽ അത് വെളിപ്പെടുന്ന സമയത്തെല്ലാം തന്നെ ഈ പരമമായ സൗകര്യസ്ഥിതി, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ കൺവീനിയൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്, ആ പരമമായ കൺവീനിയൻസ് സ്റ്റേറ്റ് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് പ്രത്യക്ഷമാകുന്ന ഓരോ നിമിഷങ്ങളിലും ആ പരമമായ കൺവീനിയൻസ് സ്റ്റേറ്റിനെ തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. അപ്പൊ കൺവീനിയൻസ് പോകാതിരിക്കണം, കൺവീനിയൻസ് ഇല്ല, കൺവീനിയൻസ് വേണം, കൺവീനിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പോകാതിരിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വിവേകപൂർവം നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രജ്ഞയിൽ നിന്നും ഇതിങ്ങനെ ദ്രവ്യം വരെ ആകുന്ന ആ ഒരു ക്രമവികാസമുണ്ടല്ലോ, അതിലെ ഓരോ ഘട്ടത്തെയും ഘടകത്തെയും ഇത് വിവേകപൂർണമാണ് വിന്യസിക്കുക, വളരെ ബുദ്ധിപൂർവമാണ് അത് വിന്യസിക്കുക, ക്രമപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതിനൊരു ക്രമമുണ്ട്. പ്രജ്ഞ, ആന്തോലനം, സ്പന്ദനം, ഊർജം, വിന്യാസം, മണ്ഡലം, ഘടന, ദ്രവ്യം എന്ന് തുടങ്ങി വിവിധ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു ക്രമമായിട്ടുള്ള ഒരു പട്ടികയുണ്ട്. അപ്പൊ ഈ ക്രമത്തിൽ മാത്രമാണോ ഇത് പ്രവർത്തിക്കുക? അല്ല, ക്രമമല്ലാതെയും പ്രവർത്തിക്കും. ഈ ക്രമമല്ലാതെ പ്രവർത്തിക്കുന്നതും ക്രമത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഇവ തമ്മിൽ പരസ്പരം ഒരു പൂരകത്വം സൂക്ഷിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടേക്ക് പൂർണ്ണമാക്കുന്നു, അത് ഇതിനെ പൂർണ്ണമാക്കുന്നു, ഇത് അതിനെ പൂർണ്ണമാക്കുന്നു എന്നുള്ള രീതിയിൽ പരസ്പരം പൂർത്തീകരിക്കുന്നുണ്ട്. ആ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒന്ന്, ഈ പരസ്പരം പൂർത്തീകരിക്കുന്ന എന്തോ ഒന്ന്, ഒരു വിവേകപൂർണമുള്ള സങ്കേതം പ്രകൃതി, പ്രപഞ്ചം അല്ലെങ്കിൽ ബോധം സൂക്ഷിക്കുന്നുണ്ട്. ഈ വിവേക സങ്കേതത്തിന്റെ പേരാണ് ബന്ധം എന്നത്. അതായത് പരമമായ ബോധം ദ്രവ്യമായി മാറുന്ന സമയത്ത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിനൊരു ക്രമമുണ്ട്. ആ ക്രമം സൂക്ഷിക്കാൻ ബോധം നിരന്തരം വിവേകപൂർവ്വം ശ്രമിക്കും. ഈ ക്രമം എന്ന് പറയുന്നത് അല്ലാതെ അരേഖീയമായ ഒരു ക്രമം, അതായത് നമ്മൾ കാണുന്ന രേഖീയ ക്രമം അല്ലാതെ അരേഖീയമായ ഒരു ക്രമമുണ്ട്. അതായത് 1 ശേഷം 2, 2 ശേഷം 3 എന്നുള്ളതിനു പകരം 1ഉം 3ഉം തമ്മിൽ കണക്റ്റഡ് ആണ്, 3ഉം 5ഉം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള ഒരു പരസ്പര പൂരകത്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പൂരകത്വം നിലനിർത്താൻ വേണ്ടി ബോധം ഉപയോഗിക്കുന്ന വിവേക സങ്കേതം, ബുദ്ധിപൂർവമുള്ള ഒരു ടെക്നിക്, ഒരു സ്ട്രാറ്റജി, ഒരു ആൽഗോരിതം, അതിന്റെ പേരാണ് ബന്ധം എന്നത്. ഈ ബന്ധങ്ങളെ നമ്മൾ പ്രതിഭാസങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയും പലപ്പോഴും. പലതരം ബന്ധങ്ങൾ. ഇപ്പോ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം. എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ആധുനിക കാലത്ത് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, പക്ഷെ സത്യത്തിൽ അതാണ് ബന്ധം? അല്ല, അതല്ലാതെ ഉള്ളത്. അപ്പൊ അവരുടെ ആ സ്നേഹം, പരസ്പരമുള്ള കരുതൽ, ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആ രൂപത്തിൽ പ്രതിഭാസം എന്ന രൂപത്തിൽ പ്രകടമാകും. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം,
ചില സമയത്ത് ഇത് എങ്ങനെ രണ്ടും ഒരിടത്തായിരിക്കില്ല ഉണ്ടാവും, രണ്ടിടത്തായിരിക്കും. പക്ഷെ ഒരാൾ അനങ്ങിയാൽ മറ്റൊരാൾ അനക്കം വരുന്നത് കാണാൻ പറ്റും. ഇത് പ്രതിലീനമാണ്, അവരിൽ ലീനമായി നിൽക്കുന്നതാണ്. അപ്പോ പ്രതിഭാസം എന്ന രൂപത്തിൽ പ്രകടമായും പ്രതിലീനം എന്ന രൂപത്തിൽ പ്രകടമല്ലാതെയും ഓരോ വ്യവസ്ഥാ പ്രകടനങ്ങളിലും ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ രണ്ടു സത്തകൾ തമ്മിൽ ഒട്ടി നിൽക്കുന്നു. ഇപ്പോ എന്റെ ഈ വിരലിന്റെ ഈ ഭാഗവും ഈ ഭാഗവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിന്റെ കാരണം പശ്ചിമാബലമാണ്. അതേപോലെ തന്നെ ഞാനും എന്നെ പോലെ വേറൊരാളും ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു, ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഗോത്രമോ കുടുംബമോ ഗ്രൂപ്പോ വിട്ട് രണ്ടായി പോയി കഴിഞ്ഞാലും ഈ ആദ്യം നമ്മൾ ഒരുമിച്ച് ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ചുള്ള ഒരു ചലന ചേർച്ചയുണ്ട്, ചലനത്തിന്റെ ഒരു അനുരൂപനമുണ്ട്, അനുരണനമുണ്ട്, ചലന അനുരണനമുണ്ട്. ഈ അനുരണനത്തിൽ തന്നെയായിരിക്കും ഞാൻ വിട്ടുപോകുമ്പോഴും എന്റെ ഉള്ളിൽ മുഴുവനായിട്ട് പോകുകയൊന്നുമില്ല. ഞാൻ വിട്ടുപോയി, മറ്റേയാളും വിട്ടുപോയി. ഈ വിട്ടുപോയ രണ്ടുപേരിലും ഈ അനുരണനം സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതിനെയാണ് പൂർവ്വ വ്യവസ്ഥ ഘടകബന്ധം എന്ന് പറയുന്നത്. ഇതിനെ നമ്മുടെ ആധുനിക ശാസ്ത്രം ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് മൈന്യൂട്ട് പാർട്ടിക്കിളിലാണ് അവർ പറയുന്നത്. ഇത് ബിഗർ പാർട്ടിക്കിളുകളിലും ബിഗർ സിസ്റ്റംസിലും ഇത് നിലനിൽക്കുന്നുണ്ട്. ഇതിനാണ് പൂർവ്വ വ്യവസ്ഥ ഘടകബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒട്ടേറെ ബന്ധങ്ങൾ പ്രകൃതിയിൽ ലഭ്യമാണ്. ഈ ബന്ധങ്ങളെ മനസ്സിലാക്കാതെ, ബന്ധങ്ങളുടെ പ്രാധാന്യത്തെയും ലക്ഷ്യത്തെയും മനസ്സിലാക്കാതെ, ബന്ധങ്ങളുടെ സ്വാധീനത്തെ അറിയാതെ നമുക്ക് ഒരു വ്യവസ്ഥയെ മനസ്സിലാക്കുക പൂർണ്ണമാവില്ല. അതുകൊണ്ട് ആണ് നമ്മൾ ബന്ധങ്ങൾ എന്ത് എന്ന് പഠിക്കുന്നത്. എന്താണ് ബന്ധം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുക, എന്തെല്ലാം തരം ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ബോധം എന്ന് പറയുന്നത് ആണ് പരമമായ ദ്രവ്യം. ആ പരമദ്രവ്യം എന്നുള്ളത് നമ്മളെ പ്രകടമായ ഒരു ദ്രവ്യമായി മാറുന്നതിന് മുമ്പ് പല സ്ഥിതികളിലൂടെ കടന്നു പോകും. അത് പ്രജ്ഞ, ആന്തോലനം, സ്പന്ദനം, ഊർജം, വിന്യാസം, മണ്ഡലം, ഘടന, ദ്രവ്യം എന്നിങ്ങനെ ക്രമമായിട്ടാണ് ഇത് വരിക. പക്ഷെ ഈ ക്രമം എന്ന് പറയുന്നതിന് പരസ്പര ബന്ധം നമുക്ക് നേരിട്ട് കാണാമെങ്കിലും ഇവ നമ്മൾ കാണുന്ന ക്രമത്തോടെ അല്ലാതെ പരസ്പരം പൂരകമായി നിൽക്കുന്നുണ്ട്, ഒന്നൊന്നിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു പ്രവർത്തനം അതിന്റെ തൊട്ടടുത്തതല്ലാത്ത മറ്റൊരു പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ പിന്തുണയ്ക്കൽ വിവേകപൂർവമായിരിക്കും ബോധം നിർവഹിക്കുക. ആ വിവേകപൂർണമായി ഈ പിന്തുണയ്ക്കലിനെ, പാരസ്പര്യത്തെ നിലനിർത്തുന്ന പ്രകൃതിയുടെ ബോധത്തിന്റെ ആ സങ്കേതത്തിന്റെ പേരാണ് ബന്ധം എന്നത്. ബന്ധങ്ങൾ നമുക്ക് പ്രതിഭാസമായും പ്രതിലീനമായും തിരിച്ചറിയാൻ പറ്റും. ഈ ബന്ധങ്ങൾ പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് മുതൽ ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ വരെ പ്രകൃതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങളെ കുറിച്ച് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും ബോധം ബന്ധത്തെ രൂപീകരിക്കുന്ന വിധത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനനം ചെയ്യുക, കൃത്യമായി ബോധ്യപ്പെടുക. തുടർ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.